ഹായ്, ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഞങ്ങളുടെ സ്വന്തം റിസോർട്ടിലേക്ക്. ഞങ്ങൾക്ക് സ്വകാര്യ അഹങ്കാരമായിട്ടൊരു റിസോർട്ടുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്. അവരും അതുപോലെ തന്നെയാണ്, ഒരു റിസോർട്ടിലൊക്കെ വരുന്ന പോലെയാണ് അവരും അവിടേക്ക് വരാറുള്ളത്. ഞാൻ റിയാനും കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും അവരത് ഷെയർ ചെയ്തെടുത്തു. ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി, റിയാൻ്റെ പരിപാടിയും തുടങ്ങി. ചേച്ചിയും ഞാനും പണ്ട് മുതലേ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഞങ്ങളിടയിൽ വഴക്കും സ്നേഹവും പരിഭവവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിടയിൽ തന്നെ തീരും. മാക്സിമം പോയാൽ നമ്മളെ ഫാമിലിയിലേക്ക്, അതിനപ്പുറത്തേക്ക് ഒരിടത്തേക്ക് അത് എത്തിക്കേണ്ടി ഇതുവരെയും വന്നിട്ടില്ല. ഞങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരായിരം കഥകൾ പറയാനുണ്ടാവും. അവൾക്കായാലും എനിക്കായാലും ഒരു മത്സരം പോലെയാണ് ഞങ്ങളിത് കഥയൊക്കെ പറഞ്ഞു തീർക്കാറുള്ളത്. നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടികളെ നോക്കണമെന്നോ അങ്ങനെയുള്ള ഒരു വിചാരം ഉണ്ടാവില്ല. അതുപോലെയുള്ള എത്ര പേരുണ്ട് നിങ്ങളെ കസിൻസിനെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ സ്ഥലകാല ബോധമില്ലാണ്ട് ഇങ്ങനെ കഥ പറയുന്നത്. ഞങ്ങളിപ്പോൾ രണ്ടുപേരും പുറത്തേക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ പറയും, എന്നാൽ പിന്നെ ഇന്ന് നോക്കണ്ട അവരെ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ കഥയും വർത്താനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മക്കൾ ഒരുവിധം അവരെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ പെറുക്കിയിടട്ടെ, നമുക്ക് ഫുഡ് എടുത്ത് വെക്കാമെന്നും പറഞ്ഞ് ചേച്ചി എന്നെയും വിളിച്ച് കിച്ചണിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡ് തീറ്റി തുടരുകയാണ് കേട്ടോ. എന്നെ ഇപ്പോൾ കാണുന്ന എല്ലാവരും ചോദിക്കുന്നതാണ്, മാളു നീ എന്തൊരു തടിയാണ് തടിക്കുന്നതെന്നുള്ളത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു മെഡിസിൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് ഹോർമോൺ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാനിങ്ങനെ തടിച്ചു വരുന്നത്. അതൊക്കെ ഞാൻ പതുക്കെ കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും ഉള്ള ഒരു ബോണ്ട് പോലെ തന്നെ എൻ്റെ റിയാനും ചേച്ചിയുടെ കണ്ണനും തമ്മിൽ ഒരു ബോണ്ട് വരണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലല്ലേ നമ്മളൊരു ഫാമിലി അടുത്തൊരു ലെവലിലേക്ക് പോവുള്ളൂ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ചേച്ചിയോ അനിയത്തിയോ ഒന്നും ഇല്ലാത്ത വിഷമം എനിക്കങ്ങനെ തോന്നാറേ ഇല്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ചുറ്റിലുള്ളവർ എന്നെ അങ്ങനെ എനിക്ക് കസിൻസ് ഇല്ല എന്നുള്ളൊരു ഫീലിങ്സോ ഒന്നും തരാറില്ല. അവരെന്നെ ഏറ്റവും നന്നായിട്ട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. തിരിച്ച് എനിക്കും അവരെല്ലാം എൻ്റെ സ്വന്തമാണ്.